സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകാൻ പറയുന്നു, അവൻ പോകുന്നു. അവനോട് വരാൻ പറയുന്നു, അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യാൻ പറയുന്നു, അവൻ ചെയ്യുന്നു. ഈശോ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടി സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. ഈശോ ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം തന്നെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, മലയാള സിനിമകളിലും ചില TV ഷോകളിലുമൊക്കെ നാട്ടിലെ പോലീസുകാരെക്കുറിച്ച് വളരെ ക്രൂരന്മാരായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ചുരുക്കം ചിലത് നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറുന്നതായും കാണാം. കുറ്റവാളികളെ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരെ പറ്റി കൃത്രിമമായ തെളിവുകളൊക്കെ ഉണ്ടാക്കിയായിരിക്കാം അപ്രകാരമൊക്കെ ചെയ്യുക. എന്നാൽ അവരിൽ തന്നെ പല റാങ്കുകളുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ SP ഒക്കെ എന്ന് പറഞ്ഞതുപോലെ റോമൻ സാമ്രാജ്യത്തിൽ പട്ടാളക്കാരുടെ തലവനായിരുന്ന ഒരു അനുഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ വായിക്കുക. റോമൻ പട്ടാളക്കാർ യഹൂദന്മാരോട് വളരെ ക്രൂരമായി പെരുമാറിയിരുന്നു. അവർ ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനം, യഹൂദന്മാർ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ചിലപ്പോഴൊക്കെ ചെകിട്ടത്ത് അടി കൊടുക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറ്റേ ചെകിട്ട കൂടി കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചുമട് ചുമക്കാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടും പട്ടാളക്കാർ. അപ്പോൾ 1 മൈൽ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ കൂടെ പോയിക്കൊള്ളുക. നിൻ്റെ പുറംകുപ്പായം ചോദിച്ചാൽ മേലെ കൂടി കൊടുക്കുക. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നതും ഈശോ ഈ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ക്രൂരന്മാരായ ശതാധിപന്മാരുണ്ടായിരുന്നെങ്കിലും വളരെ വ്യത്യസ്തനായ ഒരു ശതാധിപൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ശതാധിപൻ എന്ന് പറഞ്ഞാൽ ശതം, അല്ലെങ്കിൽ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. മെട്രിക് സിസ്റ്റമാണ് റോമാക്കാർ ഫോളോ ചെയ്യുക. 1, 10, 100, 1000 അങ്ങനെ ഗുണിതങ്ങളായിട്ടാണ് പോവുക. അങ്ങനെ 100 പട്ടാളക്കാരുടെ മേൽ അധികാരമുള്ളവൻ എന്നുള്ളതാണ് അധിപൻ. 100 പേരുടെ മേൽ അധിപനായിരിക്കുന്നവനാണ് ശതാധിപൻ. അതുകൊണ്ട് അവന് അധികാരമുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ യഹൂദന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവരല്ല. യഹൂദന്മാർ താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെടുന്ന വിജാതീയനായ ആളാണ് ഇവിടെ. എന്നാൽ ഈ ശതാധിപൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ഒരു അടിമ അല്ലെങ്കിൽ ദാസൻ, അന്നത്തെ കാലത്ത് ദാസൻ എന്ന് പറഞ്ഞാൽ അവരുടെ അടിമയാണ്. ആ അടിമയോട് വളരെയേറെ കമ്പാഷൻ ഉള്ളവരായിരുന്നു. നമുക്കറിയാം, ഈ അമേരിക്കയിലും ഒരു കാലത്ത് അടിമത്തം ഉണ്ടായിരുന്നു. എന്നാൽ വളരെ അപൂർവമായിട്ട് ചില വെള്ളക്കാർ കറുത്ത വർഗ്ഗക്കാരായ തങ്ങളുടെ അടിമകളോട് വളരെ കമ്പാഷൻ കാണിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ ശതാധിപനാകട്ടെ അയാളുടെ ഈ ദാസന് തളർവാദം പിടിപെട്ടു, കഠിനമായ വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് സഹതാപം തോന്നുകയാണ്. വേണമെങ്കിൽ ആ അടിമയെ ഉപേക്ഷിച്ചിട്ട് വേറെ എത്ര അടിമകളെ വേണമെങ്കിലും അയാൾക്ക് നിയോഗിക്കാം. എന്നാൽ ഇയാൾ ആ അടിമയെ തൻ്റെ വീട്ടിൽ തന്നെ
ചികിത്സിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോയോട് അവൻ പറയുന്നത്, എൻ്റെ വീട്ടിൽ നീ പ്രവേശിക്കുവാൻ യോഗ്യനല്ല, എൻ്റെ വീട്ടിൽ അവൻ രോഗത്തിൽ കഠിന വേദന അനുഭവിച്ച് കഴിയുന്നു. അങ്ങനെ ഈ ശതാധിപൻ തൻ്റെ വീട്ടിൽ തന്നെ ഈ അടിമയെ ചികിത്സിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശതാധിപനുള്ള വേറൊരു പ്രത്യേകത, ഈശോയുടെ രോഗസൗഖ്യം നൽകുവാൻ കഴിവുള്ളവനാണ് ഇവൻ, ദൈവപുത്രനാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അയാൾ വരിക. ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് അയാൾ ഈശോയുടെ അടുക്കൽ വരാൻ പോലും യോഗ്യതയില്ല എന്ന് കണക്കാക്കി യഹൂദ പ്രമാണിമാരെ റെക്കമെൻഡേഷനായിട്ട് അയക്കുകയാണ്. ഏതായാലും ഈശോയുടെ അടുക്കൽ വന്ന് നീ എൻ്റെ ഈ തളർവാദം പിടിപെട്ട എൻ്റെ ദാസനെ സുഖപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ അയാൾ ഈശോയിലുള്ള രോഗസൗഖ്യത്തിനുള്ള ആ കൃപ കണ്ടെത്തുകയാണ്. എന്നാൽ അതേ സമയത്ത് ഈശോ കൊടുക്കുന്ന മറുപടി, ഞാൻ വരാം, ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്ന് നിൻ്റെ ഈ തളർവാദ രോഗിയായ ഈ ദാസനെ സുഖപ്പെടുത്താം എന്ന് പറയുമ്പോൾ അയാൾ വളരെ എളിമയോടുകൂടി പറയുകയാണ്, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം അന്ന് യഹൂദക്കാരുടെ പാരമ്പര്യമനുസരിച്ച് വിജാതിയരുടെ ഭവനങ്ങളിൽ യഹൂദൻ പോവുകയില്ല. ഒരു ബ്രാഹ്മണൻ ഒരു പുലയൻ്റെ ഭവനത്തിൽ പഴയ കാലത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ല എന്നതുപോലെയാണ്. കാരണം ഇവർ ഉയർന്ന ജാതിയാണ്, മറ്റേവർ താഴ്ന്നവരാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവന് ഈശോയുടെ ആ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവനാണ്. കാരണം ഈശോ എന്ന് പറയുന്നത് വചനം മാംസം ധരിച്ചതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ഇങ്ങനെ ആ വചനം വഴിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ദൈവം ആദ്യത്തെ 6 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല. പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിക്കട്ടെ, അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർ ഉണ്ടാകട്ടെ. അപ്പോൾ വചനം കൊണ്ടാണ് എല്ലാം നിർവഹിക്കുക. അതുകൊണ്ട് വചനം, ഈശോയുടെ വചനം ശക്തിയുള്ളതാണ്. അതുപോലെ തന്നെ ഇയാളൊരു ഉദാഹരണം പറയുന്നുണ്ട്, എൻ്റെ കീഴിൽ വേറെ പട്ടാളക്കാരുണ്ട്, ദാസന്മാരുണ്ട്, അവരോട് ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നു, ഒരിടത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവർ പോകുന്നു. അതായത് അധികാരമുള്ളവർക്ക് അവർ വേറെ ഫിസിക്കലായിട്ടുള്ള ജോലി ഒന്നും ചെയ്യേണ്ട, അവർ വചനം പറഞ്ഞാൽ മതി. അതായത് ഒരാളെ കൊല്ലണമെങ്കിൽ, ഒരാൾക്ക് മരണശിക്ഷ വിധിക്കണമെങ്കിൽ ന്യായാധിപൻ അധികാരമുണ്ട്. അപ്പോൾ ആ ന്യായാധിപൻ്റെ വചനത്തിലാണ് അയാൾ രേഖപ്പെടുത്തുന്നതോ അയാൾ പ്രഖ്യാപിക്കുന്നതുമായ വചനത്തിൽ ഒരാളുടെ ജീവൻ ചിലപ്പം അയാൾ വിധിക്കപ്പെടാം, വധിക്കപ്പെടാം, അല്ലെങ്കിൽ സ്വതന്ത്രനാക്കപ്പെടാം. അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഓർഡർ ഇടുമ്പോൾ അനവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. അപ്പോൾ വചനം മതി, അല്ലാതെ പ്രസിഡന്റ് അല്ല അതെല്ലാം ചെയ്യുക. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവനാണ്. ഈശോ വചനമാണ്. ആ ഈശോയുടെ വചനത്തിന് പവറുണ്ട്. അവനൊന്ന് പ്രഖ്യാപിച്ചാൽ അങ്ങ് ദൂരത്തിരിക്കുന്ന എൻ്റെ ദാസൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് ഈ ദാസൻ അല്ലെങ്കിൽ ഈ ശതാധിപൻ ചെയ്യുക. അതുപോലെ തന്നെ ലൂക്കാസ് സുവിശേഷകൻ 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യഹൂദ പ്രമാണിമാർ വന്നിട്ട് ഈ ശതാധിപൻ ഈ സഹായം അർഹിക്കുന്നവനാണ്, കാരണം അവൻ നമ്മുടെ ജനത്തിനു വേണ്ടി സിനഗോഗ് നിർമ്മിച്ചു തന്നവനാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ജെറുസലേം ദേവാലയം ഒന്നേ ഉള്ളൂ, അവിടെ മാത്രമേ ബലിയർപ്പിക്കുവാൻ പാടുള്ളൂ. എന്നാൽ അവർ പ്രവാസികളായിരുന്ന കാലത്തും അല്ലെങ്കിൽ വിദേശങ്ങളിൽ താമസിക്കുമ്പോഴും ഒക്കെ അവർ സിനഗോഗുകൾ പണിതിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാലയങ്ങളാണ്, അവരുടെ കമ്മ്യൂണിറ്റി സെൻ്ററുകളാണ്. അവിടെയാണ് അവർ ഒന്നു ചേർന്ന് വചനം പഠിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും അവരുടെ കൾച്ചറലായിട്ടുള്ള കൂട്ടായ്മ നടത്തുകയും ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സിനഗോഗ് നിർമ്മിക്കുവാൻ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ വിജാതീയനായ ഈ ശതാധിപൻ, നമ്മുടെ ശത്രുവായിട്ട് നാം കണക്കാക്കുന്ന ഈ പട്ടാളക്കാരുടെ തലവൻ, അവൻ്റെ സ്വന്തം ചെലവിൽ നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് തന്നെ നിർമ്മിച്ചു തന്നിട്ടുണ്ട് എന്ന് ലൂക്കാസ് വിശേഷങ്ങളിൽ പറയുന്നു. ഈ യഹൂദ പ്രമാണിമാർ ചെന്ന് ഈശോയോട് പറയുകയാണ്, അതുകൊണ്ട് അവൻ്റെ അഭ്യർത്ഥന മാനിച്ചു കൊടുക്കണമേ എന്ന്. അങ്ങനെ ശത്രുക്കളോട് പോലും അല്ലെങ്കിൽ തന്നെ അടിമകളായിട്ട് കണക്കാക്കുന്ന തൻ്റെ ദാസനോടും അതോടൊപ്പം തന്നെ തൻ്റെ ശത്രുക്കളായി കണക്കാക്കുന്ന ഇസ്രായേൽ ജനത്തോടുമൊക്കെ കരുണ കാണിക്കുന്ന ഒരു വിജാതീയനായ ഈ ശതാധിപനെ പറ്റി ഈശോ പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇത്രയും വിശ്വാസമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈശോ വിസ്മയപ്പെടുകയാണ് അയാളുടെ വിശ്വാസം കണ്ടിട്ട്. ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ അരുണാചൽ പ്രദേശിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളുടെ വിശ്വാസ തീക്ഷ്ണത, അവർ വിജാതീയരായിരുന്നു, അവർ ആദിവാസികളായിരുന്നു.
എന്നാൽ അവിടെയുള്ള മിഷണറിമാരായ വൈദികർ പറയും അവരൊക്കെ പലരും അർത്ഥനഗ്നരായിട്ടോ പൂർണ്ണനഗ്നരായിട്ടോ നടന്ന സ്ത്രീ പുരുഷന്മാരായിരുന്നു. പക്ഷേ ഇപ്പോൾ സാംസ്കാരികമായിട്ട് അവർ വളർന്നു വന്നു. പക്ഷേ അവരിലേക്ക് ഈശോയുടെ വിശ്വാസം വന്നപ്പോൾ നമ്മളുടെ വിശ്വാസവുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത വിധത്തിലുള്ള തീക്ഷ്ണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, ഈ പരമ്പരാഗതമായ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന യഹൂദ പ്രമാണിമാരിലോ യഹൂദ ജനതയിലോ കാണാത്തത്ര തീക്ഷ്ണമായ വിശ്വാസം ഞാൻ ഈ ശതാധിപനിൽ ഈ വിജാതിയിൽ കാണുകയാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുക? ദൈവത്തിൽ വിശ്വസിക്കുക, അതായത് ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായിൽ വിശ്വസിക്കുക. ഇത് മാത്രമാണോ? അല്ലെങ്കിൽ ഇവനാണ് അല്ലെങ്കിൽ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുക. അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ ശതാധിപൻ. അതായത് പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, തൻ്റെ അടിമയെ സ്നേഹിക്കുന്ന, തൻ്റെ ശത്രുക്കൾക്ക് ഉപകാരം ചെയ്യുന്ന, അവർക്ക് വേണ്ടി വഴിവിട്ട് സെനഗോഗ് പോലെ നിർമ്മിച്ചു കൊടുക്കുന്ന, തൻ്റെ വീട്ടിൽ തന്നെ തൻ്റെ മരണാസന്നനായി കിടക്കുന്ന ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാതെ വരുമ്പോൾ എളിമപ്പെട്ട് രക്ഷകനായ ഈശോയുടെ അടുക്കൽ വന്ന് ത്യാണപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് വിശ്വാസം ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കണം. അതാണ് നമ്മൾ ഇദ്ദേഹത്തിൽ കാണുക. എന്നാൽ ഈശോയിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത, യഹൂദന്മാരുടെ ശത്രുവായിട്ട് കണക്കാക്കിയിരുന്ന ഒരു വിജാതിയൻ തൻ്റെ അടുക്കൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈശോ ഒരു മടിയും പറയുന്നില്ല. ഞാൻ വരാം, നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ആ തളർവാദ രോഗിയായ ആ അടിമയെ ഞാൻ സുഖപ്പെടുത്താം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആ അടിമകളുടെ വീടുകളിൽ, വിജാതിയുടെ വീടുകളിൽ പോകാത്ത ഒരു കാലഘട്ടത്തിൽ ഈശോ അവൻ്റെ അടുക്കൽ പോവുകയാണ്. അപ്പസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ് വിജാതിയുടെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ അത് അങ്ങനെ ഒരു പതിവില്ല എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ മറ്റുള്ളവനെ സഹായിക്കുവാനുള്ളതായി താല്പര്യം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മടിയും കൂടാതെ ഇസ്രായേൽ ജനത്തിൽ പോലും ഞാൻ ഇത്രമാത്രം വിശ്വാസം കാണുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഒരു സമറിയാക്കാരനെ പറ്റി സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ യഹൂദന്മാർക്കില്ലാത്ത ഒരു കാരുണ്യം വിജാതിയരിൽ കാണുന്നുണ്ട്. സീറോ ഫിനീഷ്യൻ വനിതയിലൂടെ ഈശോ വിജാതിയരായ ആളുകൾക്കുള്ള വിശ്വാസത്തെ പുകഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവൻ്റെ ഭവനത്തിൽ പോകാതെ തന്നെ ഈശോ, നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിൻ്റെ ദാസന് ഭവിക്കട്ടെ എന്ന് പറയുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഈശോ ചില കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആളുകൾ വന്ന് ദൈവരാജ്യത്തിലെ വിരുന്ന് അനുഭവിക്കും. എന്താണ് കിഴക്ക് നിന്നും പടിഞ്ഞാറെന്ന് പറയാൽ? ഇസ്രായേൽ ജനത്തിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മറ്റുള്ള വിജാതിയരായ ആളുകളുണ്ട്. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരെല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടവരാണ്. അവർ രക്ഷ പ്രാപിക്കും. അതുതന്നെയാണ് കർത്താവിൻ്റെ വചന പ്രഘോഷണത്തിന് ശേഷം കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ ലോകം മുഴുവനും പോവുകയും അനവധി വിജാതിയരായ ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും അവർ രക്ഷയിലേക്ക്, കർത്താവിൻ്റെ സ്വർഗീയ വിരുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ആ വിരുന്നിലാണ് ഓരോ കുർബാനയിലും നമ്മൾ പങ്കുചേരുക. ആ വിരുന്നിൻ്റെ പൂർണ്ണതയാണ് സ്വർഗത്തിൽ നാം എത്തിച്ചേരുമ്പോൾ സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ ദൈവത്തോടൊത്ത് നമ്മൾ ആനന്ദം അനുഭവിക്കുക. അതുകൊണ്ട് ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയാണ്, ഈ ഇസ്രായേൽ ജനം മാത്രമല്ല, കിഴക്കുന്നും പടിഞ്ഞാറുമുള്ള നമ്മുടെയൊക്കെ പൂർവികർ ഉൾപ്പെടെ നമ്മളെല്ലാം ഉൾപ്പെടെയുള്ള അക്കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടെ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരും. മറ്റൊന്ന് ഈശോ പറയുകയാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ അവർ വിരുന്ന് അനുഭവിക്കും. അങ്ങനെ പറയാൻ നമ്മുടെ തന്നെ കുർബാനയിലും നമ്മുടെ ചില ലിറ്റർജിയിലുമൊക്കെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ദൈവം വിജാതീയരായ ആളുകൾ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും വിഗ്രഹാരാധനയിലായിരുന്നു. പ്രപഞ്ച സൃഷ്ടികളെ ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രതിമകളെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് പൂർവ്വപിതാവായ അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രാഹവുമായി ദൈവം ഉടമ്പടി ചെയ്തു. അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനായിരുന്നു ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനായിരുന്നു യാക്കോബ്. ആ യാക്കോബിൻ്റെ സന്താന പരമ്പരകളാണ് ഇസ്രായേൽ ജനം. അവിടെ ഇസ്രായേൽ ജനം ആരാധിക്കേണ്ടത് അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ആരാധിച്ചിരുന്ന, വണങ്ങിയിരുന്ന ആ ദൈവത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് സീനായി മലമുകളിൽ വെച്ച്, അല്ലെങ്കിൽ സീനായുടെ താഴ്വരയിൽ വെച്ച് ദൈവം മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, നീ പോയി എൻ്റെ ജനത്തെ ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ മോശ പറയുന്നുണ്ട്, ഞാനവിടെ ചെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് നീ ആരാണെന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന മറുപടി പറയുന്നത് ഇതാണ്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതുകൊണ്ട് തീർച്ചയായും സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും സ്വർഗരാജ്യത്തിലെ വിരുന്നുണ്ട്.
അതിൽ ആ പ്രമുഖരായ വ്യക്തികളോടൊപ്പം ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആളുകൾ വന്ന് സ്വർഗരാജ്യത്തിലെ വിരുന്ന് അനുഭവിക്കും. ഈ വിരുന്നിനോടാണ് സ്വർഗരാജ്യത്തെ ഉപമിക്കുക. എന്ന് പറഞ്ഞാൽ ലിറ്ററൽ അർത്ഥത്തിലുള്ള ഒരു വിവാഹ വിരുന്നല്ല. എന്നാൽ അത് നമ്മുടെ ഒരു വിരുന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിവാഹ വിരുന്നിൻ്റെ പ്രത്യേകത അത് സന്തോഷം പകരുന്നുണ്ട്, ആനന്ദം പകരുന്നുണ്ട്, നല്ല സ്നേഹ കൂട്ടായ്മയുണ്ട്, അവിടെ ആഘോഷങ്ങളുണ്ട്. ഇതുപോലെ ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരവസരമായിരിക്കും. എന്നാൽ ഈശോ പറയുകയാണ്, രാജ്യത്തിൻ്റെ മക്കൾ, അതായത് ഇസ്രായേൽ ജനം, ഇവർ വലിയ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് വിരുദ്ധമായി, രക്ഷകന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ പ്രതിനിധികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഇവർ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടും. കാരണം വിവാഹ വിരുന്ന് അക്കാലഘട്ടത്തിൽ രാത്രി കാലങ്ങളിലാണ് വിരുന്ന് ഉണ്ടാവുക. ആ വിരുന്നുശാലയിൽ പ്രകാശമുണ്ടാകും. എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല. ക്ഷണിക്കപ്പെട്ടവർക്ക്, വിവാഹ വിരുന്നിന് യോഗ്യമായ വസ്ത്രം ധരിച്ചവർക്ക് അല്ലെങ്കിൽ ദൈവികമായ വരപ്രസാദമുള്ളവർക്ക് മാത്രമാണ് അതിൽ പ്രവേശനമുള്ളത്. അല്ലാത്തവർക്കൊന്നും അവിടെ പ്രവേശനമില്ല. അല്ലാത്തവരെ, അയോഗ്യരായിട്ടുള്ളവരെ അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ വിലാപം ഉണ്ടാകുന്നത്? തങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ തങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ അത് കരച്ചിലുണ്ടാകും. പല്ലുകടി ഉണ്ടാകുന്നത് തങ്ങൾ പ്രതീക്ഷിക്കാതെ ആളുകൾ വിവാഹ വിരുന്നിലിരിക്കുന്നു. പണ്ടൊക്കെ ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, പരസ്യഭാവികളാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചിരുന്ന ആളുകൾ ഇതാ മാനസാന്തരപ്പെടുകയും അവർ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ശതാധിപനെ പോലെയുള്ള ആളുകൾ, ഈ സമറിയാക്കാരി സ്ത്രീയെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം സ്വർഗരാജ്യത്തിൽ ഇരുന്ന് വിരുന്ന് അനുഭവിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ അമർഷം കൊണ്ട് അവൻ പല്ലുകടിക്കുകയാണ്. അതുകൊണ്ടാണ് പല്ലുകടി ഉണ്ടാകുമെന്ന് പറയുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കരച്ചിലും പല്ലുകടിയുമാണോ ഉണ്ടാവുക, അതോ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിലാണോ നമ്മൾ പങ്കുചേരുക എന്ന് നമ്മൾ വിലയിരുത്തുക. അതുകൊണ്ട് ഈ ശതാധിപനെ പോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ കുടുംബാംഗങ്ങളോട്, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരോട്, മറ്റുള്ളവരോടുള്ള പരിഗണനയിൽ, എളിമയിൽ, വിനയത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നമ്മൾ യോഗ്യരാവുക. അല്ലാതെ സഭയോട് മല്ലടിച്ച്, സഭാധികാരികളോട് മല്ലടിച്ച്, ഞങ്ങളുടെ അഹങ്കാരം പ്രകടിപ്പിച്ച്, ഗ്രൂപ്പുകളുണ്ടാക്കി, സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ ആക്രമിച്ച്, കുടുംബത്തിലുള്ളവരോട് വഴക്കുണ്ടാക്കി, നാട്ടുകാരോട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കരച്ചിലും പല്ലുകടിയുമായിരിക്കും. എന്നാൽ അതേ സമയത്ത് ഈശോയെ പോലെ, ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആ ജീവിത മാതൃകയനുസരിച്ച് നന്മയെ വിലമതിക്കുവാനും വിജാതിയർക്ക് പോലും രക്ഷയിലേക്ക് നയിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം.